ഓം ശിവായ ഓം ശിവായ ശങ്കര നമ ശിവായ നമ ശിവായ നമ ശിവായ ശങ്കര ഓം ശിവായ ഓം ശിവായ ഓം ശിവായ ശങ്കര നമ ശിവായ നമ ശിവായ നമ ശിവായ ശങ്കര കൈലാസവാസനെ ഓം ശിവായ ശങ്കര കൈതൊഴുന്നേൻ കാത്തിടേണം ഓം ശിവായ ശങ്കര കൈലാസവാസനെ ഓം ശിവായ ശങ്കര കൈതൊഴുന്നേൻ കാത്തിടേണം ഓം ശിവായ ശങ്കര ഓം ശിവായ ഓം ശിവായ ഓം ശിവായ ശങ്കര നമ ശിവായ നമ ശിവായ നമ ശിവായ ശങ്കര ഓം ശിവായ ഓം ശിവായ ഓം ശിവായ ശങ്കര നമ ശിവായ നമ ശിവായ നമ ശിവായ ശങ്കര. നമസ്കാരം, എന്റെ പേര് അനഘ. ഇത് എന്റെ ചേച്ചി അനുഷ, ഇത് അമൃത, എന്റെ അനിയത്തിയാണ്. തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിലാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവായ ചില സംഭവങ്ങൾ നിങ്ങളോട് തുറന്നു പറയാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സനാതനധർമ്മം, സംസ്കൃതി, ചരിത്രം, സമകാലിക സംഭവങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അവബോധമില്ലായ്മ ഒരാളെ എത്രത്തോളം അപകടത്തിലെത്തിക്കും എന്നുള്ളതിന്റെ ഉത്തമോദാഹരണമാണ് എന്റെ ജീവിതം. ഈ അജ്ഞത എന്നെ കൊണ്ടെത്തിച്ചത് ഇസ്ലാം മതത്തിലേക്കായിരുന്നു. സനാതനധർമ്മത്തെക്കുറിച്ച് ശരിയായി പഠിക്കാനോ അറിയാനോ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം ഹിന്ദുവായി വളർന്നവളായിരുന്നു ഞാൻ. 10 വരെ ഞാനും ചേച്ചിയും ഒരു കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ മതവും ഒന്ന് എന്നൊരു തെറ്റിദ്ധാരണയിലാണ് ഞങ്ങൾ വളർന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവർ സംഘടിപ്പിക്കുന്ന പ്രാർത്ഥനകളിലും ധ്യാനങ്ങളിലും കുർബാനകളിലുമെല്ലാം ഞങ്ങൾ ഹിന്ദു കുട്ടികളും പങ്കെടുക്കണമായിരുന്നു. അങ്ങനെ ക്രിസ്തീയ ആശയങ്ങൾ ഏറെക്കുറെ ഞങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ സ്കൂളിന്റെ അടുത്തുള്ള പള്ളിയിൽ നമ്മുടെ അമ്പലങ്ങളിലേതുപോലുള്ള കൊടിമരം വരുന്നത്. അപ്പോ ഞങ്ങൾ ഹിന്ദു കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ആയത്. കാരണം നമ്മളും അവരും ഒന്നാണ്, അവർ നമ്മളെയും അംഗീകരിക്കുന്നു എന്നല്ല അവരും പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ അതൊരു മതേതരത്വത്തിന്റെ അടയാളമായി ഞങ്ങൾ ഹിന്ദു കുട്ടികൾ കണ്ടു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മളിൽ ഒരാളെ പോലെ വന്ന് നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അതേപോലെ പകർത്തിയെടുത്ത് ക്രൈസ്തവീകരിക്കുന്ന പതിവ് റോബർട്ട് ഡി നൊബിലിയുടെ കാലം തൊട്ടേ ഉള്ളതാണ്. ഇതിലൂടെ അനേകായിരങ്ങളെ മതപരിവർത്തനം ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ കുർബാനകളിലും പ്രാർത്ഥനകളിലുമെല്ലാം ഹിന്ദു കുട്ടികൾ വരുമായിരുന്നെങ്കിലും ഇതിൽ നിന്നെല്ലാം മാറി നിന്നവരായിരുന്നു എന്റെ മുസ്ലിം കൂട്ടുകാർ. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവത്തെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ എന്നാണ്. അത് കേട്ടപ്പോ എനിക്ക് ആദ്യം അത്രയും സ്വീകാര്യമായി തോന്നിയില്ല. കാരണം എല്ലാ മതങ്ങളും ഒരു ദൈവത്തിലേക്കല്ലേ നയിക്കുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് ഇവർ മാത്രം ഇങ്ങനെ മാറി നിൽക്കുന്നത്? ഇത് ആ ഒരു സമയത്ത് എനിക്ക് അത്ര യോജിക്കാൻ കഴിയാത്തൊരു ചിന്താഗതിയായിരുന്നു അത്. പക്ഷെ അത് ഞാൻ അപ്പൊ വിട്ടു. പിന്നീട് +1 +2 ഞാനൊരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അന്നാണ് ഞാൻ ആദ്യമായി അറിയുന്നത് എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ജുമാ നിസ്കാരത്തിനായി മുസ്ലിം കുട്ടികൾക്ക് 1 മണിക്കൂർ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം. എനിക്ക് ഭയങ്കര അത്ഭുതമാണ് തോന്നിയത്. കാരണം ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനമായിരുന്നിട്ട് കൂടി എന്തുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മാത്രം ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നു? അപ്പോൾ അതിലെന്തോ ഒരു പ്രത്യേകത ഉണ്ടാവാം എന്നൊരു തോന്നലാണ് ആദ്യം വന്നത്. അങ്ങനെയാണ് ഞാൻ ഇസ്ലാം മതത്തെക്കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. ആദ്യം നിസ്കാരത്തോടായിരുന്നു ഒരു കൗതുകം. കാരണം നമ്മുടെ ഇതുപോലെയുള്ള പ്രാർത്ഥനാ രീതികളല്ല അവർക്ക്. അപ്പോൾ അതെന്താണ് എന്നറിയണം എന്നൊരു ആകാംക്ഷയായി. അങ്ങനെ ഞാൻ കൂട്ടുകാരോട് അതേക്കുറിച്ച് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. പക്ഷേ അന്നൊന്നും എനിക്ക് മതം മാറണം എന്നൊരു ഇന്റൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഉപരിപഠനത്തിനായി ഞാൻ എറണാകുളത്ത് എത്തിയതിനു ശേഷമാണ് എൻ്റെ ഇസ്ലാം പഠനം കൂടുതൽ ശക്തമാവുന്നത്. കോളേജിലും ഹോസ്റ്റൽ റൂമിലാണെന്നുണ്ടെങ്കിലും എനിക്ക് കുറെ മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. സ്വാഭാവിക സംഭാഷണങ്ങൾക്കിടയിൽ പല മതങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങളും ഞങ്ങളുടെ ചർച്ചാ വിഷയമായി വന്നു. അവർ ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് എന്നോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. എന്തിനാണ് നിങ്ങൾക്ക് ഇത്രയധികം ദൈവങ്ങൾ? ഒരു ആപത്ഘട്ടം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിക്കും? എന്തിനാണ് നിങ്ങൾ കല്ലിനെ ആരാധിക്കുന്നത്, വിഗ്രഹത്തെ ആരാധിക്കുന്നത്? ഗണപതിക്ക് എന്തിനാണ് ആനത്തല? ഹനുമാൻ കുരങ്ങനെയാണോ നിങ്ങൾ ദൈവമായി കാണുന്നത്? തുടങ്ങി നിരവധി ചോദ്യങ്ങൾ അവർ എന്നോട് ചോദിച്ചു. എന്നാൽ അതിനൊന്നും ശരിയായ ഉത്തരം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഇതേക്കുറിച്ച് ഞാൻ എൻ്റെ വീട്ടുകാരോട് ചോദിച്ചു. പക്ഷെ അവർക്കും എനിക്ക്
തൃപ്തികരമായ ഒരു ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. ഹിന്ദു മതത്തെക്കുറിച്ച് പല വീഡിയോകളിലൂടെയും ഇന്റർനെറ്റിലൂടെയും പഠിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവിടെ നിന്നും എനിക്ക് എന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഇസ്ലാം മതത്തെക്കുറിച്ച് അവരോട് കൂടുതൽ ചോദിച്ചറിയാൻ തുടങ്ങി. എന്റെ ചോദ്യങ്ങൾക്കെല്ലാം അവരുടെ കയ്യിൽ കൃത്യമായ ഉത്തരമുണ്ടായിരുന്നു. അതും എല്ലാവരും ഒരേപോലെ ഉത്തരം പറയുന്നു. അതുപോലെ നമ്മൾ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം വരുമ്പോൾ മാത്രം അമ്പലങ്ങളിൽ പോവുക, ആവശ്യം വരുമ്പോൾ മാത്രം ദൈവത്തെ വിളിക്കുക, അങ്ങനെ ഒരു മനോഭാവമാണല്ലോ. നേരെ മറിച്ച് ഇവിടെ നോക്കുമ്പോൾ അവർക്ക് അവരുടെ മതത്തോടും ദൈവത്തോടുമുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ്, അതും എന്നെ ആകർഷിച്ചു. അങ്ങനെ ഹിന്ദു മതത്തിൽ പ്രത്യേകിച്ച് കാമ്പൊന്നുമില്ല, ഇസ്ലാമാണ് ശരി എന്ന് എനിക്ക് പതുക്കെ തോന്നി തുടങ്ങി. ഞാൻ കൂടുതൽ അതേക്കുറിച്ച് പഠിച്ചു. എന്റെ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് ഖുറാൻ വ്യാഖ്യാനങ്ങളും ഞാൻ വായിച്ചു. അതുപോലെ MM അക്ബർ, സക്കീർ നായിക് പോലുള്ളവരുടെ വീഡിയോ ഞാൻ കാണാൻ തുടങ്ങി. അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് ഞാൻ കൂടുതൽ ഡീപ്പായി പഠിച്ചു. അങ്ങനെ പതുക്കെ ഞാൻ മാറാൻ തുടങ്ങി. ഞാൻ പൊട്ട്, ചന്ദനക്കുറിയൊന്നും തൊടാതെയായി, അമ്പലങ്ങളിൽ പോവാതെയായി, നാമം ജപിക്കാതെയായി. വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അമ്മ എന്റെ കയ്യിൽ ഒരു വിഷ്ണു സഹസ്രനാമവും ഒരു ശ്രീകൃഷ്ണന്റെ ഫോട്ടോയും തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ഉപേക്ഷിച്ചു. അങ്ങനെ പതുക്കെ ആകെ ഞാൻ മാറാൻ തുടങ്ങി. എന്നിൽ ഈ മാറ്റങ്ങൾ ശ്രദ്ധിച്ച അമ്മ പലപ്പോഴും മനഃപൂർവ്വം എന്നോട് വിളക്ക് കത്തിക്കാനും പൊട്ടു തൊടാനും ഒക്കെ പറഞ്ഞിരുന്നു. ഇതിന്റെ പേരിൽ തന്നെ ഞങ്ങൾ ഒരുപാട് തവണ തല്ലുണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഞാൻ ഇസ്ലാം മതത്തെക്കുറിച്ച് ഇത്ര ആഴത്തിൽ പഠിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന കാര്യമൊന്നും അമ്മയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരത്രയും അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് പതുക്കെ എനിക്ക് ഹിന്ദു എന്ന വാക്ക് കേൾക്കുന്നത് തന്നെ ദേഷ്യമായി തുടങ്ങി. ഹിന്ദു ദൈവങ്ങളെയും ഹിന്ദു സംഘടനകളെയും ഹിന്ദുക്കളെ തന്നെയും എനിക്ക് ദേഷ്യമാവാൻ തുടങ്ങി. അങ്ങനെ 4 വർഷത്തെ എൻ്റെ കോളേജ് പഠനം പൂർത്തിയാക്കിയപ്പോഴേക്കും ഞാൻ തികഞ്ഞ ഹിന്ദു വിരോധിയായി മാറിയിരുന്നു. ഞാൻ മാത്രം മാറിയാൽ പോരാ, എൻ്റെ കുടുംബത്തെയും എനിക്ക് ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ അനിയത്തിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. ഞാൻ +2 പഠിക്കുന്ന സമയത്താണ് ചേച്ചി എനിക്ക് ഇസ്ലാം മതത്തെ കുറിച്ച് ആദ്യമായിട്ട് പറഞ്ഞു തരുന്നത്. അന്ന് ഹിന്ദു മതത്തെ കുറിച്ച് എനിക്കുണ്ടായിരുന്ന അറിവ് എന്ന് പറയുന്നത് പുരാണ കഥകൾ വായിച്ചും പിന്നെ അതുപോലെ ഭക്തി സീരിയലൊക്കെ കണ്ടിട്ടുള്ളത് മാത്രമായിരുന്നു. അന്ന് സത്യം പറഞ്ഞാൽ സനാതനധർമ്മം എന്ന് പറഞ്ഞൊരു വാക്ക് പോലും ഞാൻ കേട്ടിട്ടില്ല. ഞാൻ +2 പഠിക്കുമ്പം ചേച്ചി എറണാകുളത്ത് ഹോസ്റ്റലിലായിരുന്നു. വീക്കെൻഡ്സിൽ മാത്രമേ വീട്ടിലേക്ക് വന്നിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ ഓരോന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ചേച്ചി എന്നോട് ഹിന്ദു മതത്തെ കുറിച്ച് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. അന്ന് വരെ ഞാൻ അങ്ങനെ ഒരു വിഷയത്തെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഞാൻ പതുക്കെ ഇതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ചേച്ചി എന്നോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഞാൻ വീട്ടുകാരോടും പിന്നെ അതുപോലെ തന്നെ എൻ്റെ ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചു. പക്ഷെ അവര് പറഞ്ഞു തന്ന മറുപടി എന്ന് പറയുന്നത് ഒട്ടും ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല, അതെനിക്ക് സാറ്റിസ്ഫൈങ് ആയിരുന്നില്ല. ഞാൻ എൻ്റെ വീട്ടുകാരോട് എന്തിനാണ് നമുക്ക് അർത്ഥം അറിയാത്ത ഇത്ര ആചാരാനുഷ്ഠാനങ്ങൾ എന്ന് ചോദിച്ചപ്പോഴും അവര് പറഞ്ഞത് നമ്മുടെ മുതുമുത്തശ്ശന്മാർ എന്താണോ ചെയ്തു പോരുന്നത് അത് നമ്മളും ചെയ്യുന്നു എന്നാണ്. അതിലൊന്നും എനിക്കൊരു ലോജിക്കോ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു ഉത്തരവായിരുന്നില്ല അത്. അങ്ങനെ ഈ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്താണ് ചേച്ചി എനിക്ക് പതുക്കെ ഇസ്ലാം മതത്തെ കുറിച്ച് പറഞ്ഞു തരുന്നത്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസം തന്നെയാണ്. പിന്നെ അതുകൂടാതെ 5 നേരത്തെ അവരുടെ ചിട്ടയായ നിസ്കാരത്തോടൊക്കെ എനിക്ക് വല്ലാത്ത ഇഷ്ടം തോന്നിയിരുന്നു. എനിക്ക് കുറെ മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും അവർക്ക് ഇസ്ലാം മതത്തെ കുറിച്ച് ആധികാരികമായിട്ട് പറഞ്ഞു തരാനൊന്നും അറിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചേച്ചി വഴി തന്നെയാണ് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞതും പഠിച്ചതും ഒക്കെ. ചേച്ചി പറഞ്ഞു തന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും പേടി തോന്നിയത് നരകവർണ്ണന തന്നെയാണ്. നമ്മൾ ഖുറാൻ പ്രകാരം ജീവിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹു പറയുന്ന പ്രകാരം ജീവിച്ചില്ലെങ്കിൽ കടുത്ത നരകശിക്ഷ കിട്ടുമെന്നാണ് ചേച്ചി പറഞ്ഞു തന്നത്. അങ്ങനെ ഈ ഒരു സമയത്താണ് ഞാൻ നമ്മുടെ ഗരുഡ പുരാണം വായിക്കാനിടയായത്. ആ ഗരുഡ പുരാണത്തിൽ പോലും നമ്മുടെ ഇസ്ലാമിൽ പറയുന്ന നരകവർണ്ണനയും ഏകദേശമൊക്കെ സെയിം ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നി തുടങ്ങി ഇസ്ലാം തന്നെ ആയിരിക്കും ശരി എന്ന്. പക്ഷെ പിന്നെ ഒരു കാര്യം ചേച്ചി പറഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമം തോന്നിക്കുന്ന ഒരു കാര്യമായിരുന്നു. കാരണം എനിക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാഷൻ ആയിരുന്നു. പക്ഷെ ചേച്ചി പറഞ്ഞു ഇസ്ലാമിൽ അത് ഹറാമാണ്, അതെന്തായാലും ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു. അതിനെന്തോ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ എന്നിട്ട് ചേച്ചിയോട് ചോദിച്ചു, നമുക്ക് ഈ കഴിവൊക്കെ തന്നത് ദൈവം തന്നെയല്ല, പിന്നെ എന്തുകൊണ്ടാണ് അത് ചെയ്യരുത് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴും എനിക്ക് പറഞ്ഞു തന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയാണെന്നും പിന്നെ നല്ലൊരു മുസ്ലിമിന് മാത്രമേ ഇതൊക്കെ അതിജീവിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ്. ഇതിലൊന്നും എനിക്കൊരു ലോജിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇസ്ലാം കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കാനും ശ്രമിച്ചില്ല. പക്ഷെ നരകത്തെക്കുറിച്ചുള്ള വർണ്ണന എന്നെ വല്ലാതെ പേടിപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഞാൻ പതുക്കെ നാമം ജപിക്കണത് നിർത്തിയിരുന്നു, അമ്പലത്തിൽ പോണത് നിർത്തിയിരുന്നു.
പിന്നെ അതുപോലെ എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലിൽ പോലും ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതെൻ്റെ ക്യാരക്ടറിനെ പോലും വല്ലാതെ ബാധിച്ചു. ഞാൻ എല്ലാത്തിൽ നിന്നും പതുക്കെ ഉൾവലിയാൻ തുടങ്ങിയിരുന്നു. ഞാൻ പഠനത്തിന് ശേഷം 2 വർഷം കോഴിക്കോട് ജോലി ചെയ്തിരുന്നു. അവിടെയും എനിക്ക് ഇസ്ലാം പഠനത്തിന് അനുകൂലമായ സാഹചര്യങ്ങളായിരുന്നു. എന്റെ ക്ലോസ് പേഷ്യൻസിനോട് ഞാനിങ്ങനെ മാറാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എല്ലാ കാര്യത്തിലും എല്ലാ തരത്തിലും അവർ എന്നെ ഹെൽപ്പ് ചെയ്യാനും റെഡി ആയിരുന്നു. ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിരുന്നു. എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരാമെന്ന് അവർ പറഞ്ഞു. അതുപോലെ വിവാഹ വാഗ്ദാനങ്ങൾ പോലും പലരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. പക്ഷെ എന്റെ മതം മാറ്റം അതിനൊന്നും അല്ലാത്തത് കാരണം ഞാൻ അതിനൊന്നും വഴങ്ങിയില്ല. ഞാൻ പിന്നെയും കൂടുതലായി ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു. അവിടെ ഇരുന്ന് നിസ്കരിക്കാനും നോമ്പെടുക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ 5 വർഷത്തെ ഇസ്ലാം പഠനത്തിന് ശേഷം 2020 ഞാൻ പൂർണ്ണമായും ഇസ്ലാമിലേക്ക് മാറാൻ തീരുമാനിച്ചു. നിയമപരമായി തന്നെ മാറണം എന്ന ഉദ്ദേശം കൊണ്ട് ഞാൻ തർബിയത്തുൽ ഇസ്ലാമിക് സഭയിലേക്ക് വിളിച്ചു ചോദിച്ചു. പക്ഷെ ആ സമയം കൊറോണ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ അഡ്മിഷൻസ് ഒന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കോഴിക്കോട് നിന്ന് റിസൈൻ ചെയ്ത് വീട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. അവളുടെ പെട്ടെന്നുള്ള റെസിഗ്നേഷൻ എനിക്ക് വല്ലാത്തൊരു ടെൻഷനാണ് ഉണ്ടാക്കിയത്. കാരണം വീട്ടിൽ കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് മുമ്പ് അവൾ എന്നെ അനിയത്തിനെ ഒരു ദിവസം കോൺഫറൻസ് കോളിൽ വിളിച്ചിട്ട് അവൾ കൺവേർട്ട് ആവാൻ പോവാന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അന്ന് ആ സമയത്ത് ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യായിരുന്നു. കുറേ നേരം സംസാരിച്ചിട്ടും അവള് ഹിന്ദു മതത്തെ അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തെ കുറിച്ച് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ സാധിച്ചില്ല. അത് കാരണം തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിൽ നിന്ന് അവളെ പിന്തിരിപ്പിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. മുൻപ് അവള് ഇസ്ലാം പഠിക്കണം എന്ന് പറഞ്ഞപ്പോഴും അത് ഇത്രത്തോളം ഒരു അപകടത്തിൽ എത്തിക്കുന്നു ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അന്നൊക്കെ എല്ലാം അത് ഒന്നല്ലേ, അപ്പൊ എല്ലാം പഠിച്ചിരിക്കുന്നത് നല്ലതല്ലേ എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ ലോക്ക്ഡൌൺ സമയത്ത് ഞാനും അവളും വീട്ടിലെത്തി. ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു സ്ഥലമാണ്. ഫാമിലി ആയിട്ട് നല്ല അറ്റാച്ച്ഡ് ആയിരുന്നു ഞങ്ങൾ 3 പേരാണെങ്കിലും സഹോദരിമാരെന്നതിലുപരി നല്ല സുഹൃത്തുക്കളെ പോലെയായിരുന്നു. അച്ഛനും അമ്മയായിട്ടാണെങ്കിലും നല്ലൊരു ആത്മബന്ധമായിരുന്നു. അവള് പക്ഷെ കൺവേർട്ട് ആവാന്നുള്ള കാര്യം അച്ഛനോടും അമ്മോടും തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങളുടെ വീട് ഒരു മരണ വീട് പോലെയായി. ഞാൻ വീട്ടിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന് ശേഷമുള്ള 4 മാസം ഞങ്ങൾ ആരും ഓർക്കാൻ കൂടി ഇഷ്ടപ്പെടാത്ത കുറച്ച് ദിവസങ്ങളാണ്. കാരണം ഞാൻ മാറാൻ പോവുക എന്നറിഞ്ഞതോടുകൂടി എൻ്റെ അച്ഛനും അമ്മയും ആകെ തകർന്നു പോയിരുന്നു. അവര് ഭക്ഷണം പോലും കഴിക്കാതെ അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുമ്പിൽ നിന്ന് എന്നും കരച്ചില്. വീട്ടിൽ നിന്ന് ഞാൻ നിസ്കരിക്കാനും അതുപോലെ ഖുർആൻ ഓതാനും ഒക്കെ തുടങ്ങി. ഇത് കണ്ടിട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. അവരാകെ തകർന്നു പോയിരുന്നു. അവര് കരഞ്ഞു പറഞ്ഞു, മോളെ നീ പോവല്ലേ, ഇങ്ങോട്ട് തിരിച്ചു വരൂ, അച്ഛനമ്മയെ വിട്ടു പോകല്ലേ എന്ന് അവർ കരഞ്ഞു പറഞ്ഞു. നീ പോയി കഴിഞ്ഞാൽ ആത്മഹത്യ അല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ മറ്റൊന്നും ഉണ്ടാവില്ല എന്ന് പോലും അവർ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത എന്ന് പറഞ്ഞാൽ അവരെന്തായാലും കാഫിറുകളാണ്, അവർ നരകത്തിൽ പോകാൻ തന്നെയുള്ളവരാണ്, അപ്പൊ പിന്നെ എങ്ങനെയായാലും എന്താ എന്നായിരുന്നു എൻ്റെ ചിന്ത. അവരുടെ കണ്ണുനീരിനോ അവരുടെ വാക്കിനോ ഞാൻ അല്പം പോലും വില കൊടുത്തിരുന്നില്ല. കാരണം ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ അങ്ങനെയായിരുന്നു. ഇസ്ലാം സ്വീകരിക്കാത്ത പക്ഷം നിങ്ങളുടെ രക്ഷിതാക്കളെ നിങ്ങൾ അനുസരിക്കേണ്ട, അല്ലെങ്കിൽ അവരെ രക്ഷകർത്താക്കളാക്കി സ്വീകരിക്കരുത് എന്നാണ് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത്. മുഹമ്മദ് നബി പോലും സ്വന്തം അച്ഛനും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കേട്ട് പഠിച്ച് എനിക്ക് അവരുടെ സങ്കടങ്ങൾ കാണാനോ അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ കേൾക്കാനോ അപ്പോൾ തോന്നിയില്ല എന്നതാണ് സത്യം. എല്ലാവരും തകർന്നിരിക്കുന്നത് കാണുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിന്നു. ഞാൻ നിസ്കാരവും ഖുർആൻ ഓതലും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോവുക തന്നെ ചെയ്തു. അങ്ങനെ ഞാൻ വീട്ടിലിങ്ങനെ നിൽക്കുന്ന സമയത്ത് ബാങ്ക് കേൾക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ കറക്റ്റ് സമയത്ത് നിസ്കരിക്കാൻ പറ്റില്ല. അവിടെ എന്തെങ്കിലും വീട്ടിലത്തെ സാഹചര്യങ്ങൾ കൊണ്ടോ എന്തോ എനിക്ക് ചില സമയത്ത് നിസ്കരിക്കാൻ പറ്റാതെ വരുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ആ ദേഷ്യം ഞാൻ എല്ലാവരോടും കാണിച്ചു തുടങ്ങി. അച്ഛനോടും അമ്മയോടും കസിൻ ചേച്ചിയുടെ 4 വയസ്സുള്ള മോളോട് പോലും ഞാൻ കാണിച്ചു തുടങ്ങി. അത്രയ്ക്കും ഞാൻ ഇസ്ലാമിക മതഭ്രാന്തിയായി മാറിയിരുന്നു. ഞാനും അമൃതവും പൊതുവെ വീട്ടില് സൈലന്റ് ആണ്, അങ്ങനെ ഒരുപാടൊന്നും സംസാരിക്കാറില്ല. അപ്പോ ഇവള് വരുമ്പോഴാണ് വീട്ടില് കുറച്ച് ഒച്ചയും അനക്കവും കളിയും ചിരിയും തമാശയൊക്കെ ഉണ്ടാവാറ്.
ഏത് നേരവും ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കും, വായ അടക്കേയില്ല. അങ്ങനെയാണ് ഇവളുടെ ഒരു പ്രകൃതം. ആ കുറച്ച് മാസങ്ങളിൽ അവള് വന്ന മാറ്റങ്ങൾ ശരിക്കും കണ്ടറിയുകയായിരുന്നു. അവള് വസ്ത്രധാരണ രീതിയിലൊക്കെ മാറി തുടങ്ങി. അതുപോലെ ഒട്ടും സംസാരിക്കാതെയായി. ആളുകളോടൊക്കെ നന്നായി ഇടപഴകിക്കൊണ്ടുണ്ടായിരുന്ന അവള് എല്ലാത്തിനും ഉൾവലിഞ്ഞു. അതുപോലെ പാട്ടും ഡാൻസും ഒക്കെ നിർത്തി. സിനിമ കാണുന്നത് പോലും നിർത്തി. ഞങ്ങൾ പാട്ട് കേൾക്കുന്നതും സിനിമ കാണുന്നത് പോലും അവൾക്ക് ദേഷ്യമായി തുടങ്ങി. അങ്ങനെ എല്ലാത്തിനും മാറി. ശരിക്കും അവള് ചിരിക്കാൻ പോലും മറന്നുപോയ ഒരവസ്ഥയിലായിരുന്നു ആ സമയത്ത്. ഞങ്ങൾക്ക് ഒരുപാട് വിഷമിച്ചു പോയി. ഒരു മതപഠനം ഒരാളെ ഇങ്ങനെയൊക്കെ മാറ്റുമോ എന്ന് പോലും പേടിച്ചു പോയ സമയങ്ങളായിരുന്നു അത്. അച്ഛനും അമ്മയും കണ്ണിൽ നിന്ന് കരയുമ്പോൾ പോലും എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. എത്രയോ രാത്രികളില് അച്ഛൻ വന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കും, മക്കളെ അവള് നമ്മളെ വിട്ടു പോവില്ലായിരിക്കില്ലേ എന്ന് ചോദിക്കുമ്പോ അച്ഛൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നറിയാത്ത അവസ്ഥ. ഈ ഒരു സമയത്ത് അച്ഛനും അമ്മയും വല്ലാതെ ടെൻഷൻ അനുഭവിച്ചിരുന്നു. അവര് ഇതൊന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പല വഴികൾ ശ്രമിച്ചു. അങ്ങനെ ഒരു ജ്യോത്സ്യനെ പോയി കാണുകയും അദ്ദേഹം ജപിച്ച് നൽകിയ പഞ്ചസാരയൊക്കെ അവൾക്ക് ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും അവളിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയില്ല. അവസാനം അച്ഛൻ എന്നോട് ഒന്ന് ചോദിച്ചു, എന്താ ചെയ്യണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞു, കാരണം അത്രത്തോളം ക്ഷമ നശിപ്പിക്കുന്ന പ്രവൃത്തികളാണ് അവൾ അവിടെ നിന്ന് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അച്ഛനോടും അമ്മോടും പറഞ്ഞു, അവൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ നിങ്ങളുടെ വായിൽ നിന്ന് അവളോട് ഇറങ്ങിപ്പോ എന്നൊരു വാക്ക് വരരുത്. അങ്ങനെ വന്നാൽ അവളെ നമുക്ക് നഷ്ടപ്പെടുന്ന ഉറപ്പാണ് എന്ന് ഞാൻ പറഞ്ഞു. എനിക്കെന്ന് പറയുമ്പോൾ ഫ്രണ്ട് സർക്കിളൊക്കെ ഭയങ്കര കുറവായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ ചേച്ചി തന്നെയായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. എൻ്റെ എല്ലാ തല്ലിപ്പൊളിത്തരങ്ങൾക്കും എല്ലാത്തിനും കൂട്ടുനിന്നത് എൻ്റെ രണ്ടാമത്തെ ചേച്ചി തന്നെയായിരുന്നു. മൂത്ത ചേച്ചി എന്ന് പറയുന്നത് ശരിക്കും എനിക്കൊരു അമ്മേനെ പോലെയായിരുന്നു. എൻ്റെ എല്ലാ സീക്രട്ടും എനിക്ക് ഇവരിൽ നിന്ന് മറച്ചു വെക്കാൻ എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നെ ഈവൻ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നതാണെങ്കിലും പുറത്തേക്ക് കറങ്ങാനൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും അതിനെൻ്റെ ചേച്ചി തന്നെ വരണമായിരുന്നു. അപ്പൊ അതിനൊക്കെ ഞാൻ ചേച്ചി വരാൻ വേണ്ടി കുറേ കാത്തിരുന്നിട്ടുണ്ട്. പക്ഷെ കോഴിക്കോട് ജോലി ചെയ്തതിന് ശേഷം വളരെ കുറച്ച് വീട്ടിലേക്ക് വന്നിരുന്നുള്ളൂ. അപ്പോഴും ചേച്ചിയില് ഭയങ്കര മാറ്റമാണ് ഞാൻ കണ്ടിരുന്നത്. വേറെ ആരോ പോലെയായിരുന്നു എനിക്ക്. ശരിക്കും സംസാരിക്കലും കുറഞ്ഞിരുന്നു. ഭയങ്കര സീരിയസ് ആയിരുന്നു. എന്നെ സിനിമയ്ക്കും കൊണ്ടുപോവില്ല. ഞാൻ അങ്ങനെ ഒരു ഇത് പറഞ്ഞാൽ പോലും എന്നോട് ഇങ്ങോട്ട് ദേഷ്യപ്പെടുമായിരുന്നു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് എന്നെ അത് വല്ലാതെ ബാധിച്ചിരുന്നു. കാരണം എനിക്കുണ്ടായിരുന്ന എൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ചേച്ചി എന്ന് പറയുന്നത്. ആ ചേച്ചി പോലും എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് എനിക്ക് തോന്നി തുടങ്ങിയിരുന്നു. ഞാൻ എൻ്റെ ചേച്ചിയോട് പോലും നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതല്ലായിരുന്നല്ലോ ഇത്ര നാളുണ്ടായിരുന്ന എൻ്റെ ചേച്ചി, എന്താ പറ്റിയത്, എന്താ ഇങ്ങനെ മാറിപ്പോയെന്ന് ചോദിച്ചപ്പോഴും ചേച്ചി പറഞ്ഞത് അത് വർക്കിന്റെ ടെൻഷനൊക്കെ ആയിരിക്കും, അതുകൊണ്ടാണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ അതെന്നെ വല്ലാതെ ബാധിച്ചിരുന്നു. കാരണം എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു നല്ലൊരു സുഹൃത്തിനെയായിരുന്നു. ആ ഇടയ്ക്കാണ് അവള് വീടിന്റെ അടുത്തൊരു ക്ലിനിക്കിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയത്. അപ്പൊ ജോലിക്ക് പോകുമ്പോൾ തട്ടൊക്കെ ഇട്ടിട്ടാണ് പോയിക്കൊണ്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ എത്തിയ കുറച്ച് ചേട്ടന്മാര് ഇവൾ ഈ തട്ടൊക്കെ ഇട്ടിരിക്കണത് കണ്ടിട്ട് പേരും ചേർത്ത് വായിച്ച് അവർക്ക് സംശയം തോന്നിയിട്ടാണ് ഞങ്ങളുടെ കസിന്റെ ഹസ്ബൻഡിനെ കോണ്ടാക്ട് ചെയ്യുന്നത്. അതുവഴിയാണ് ഞങ്ങൾ ആർഷവിദ്യാസമാജത്തെ കുറിച്ച് അറിയുന്നത്. ഒരു അവസാന പ്രതീക്ഷ എന്ന നിലയിലാണ് ഞങ്ങൾ ആർഷവിദ്യാസമാജത്തിൽ എത്തുന്നത്. അങ്ങനെ വീട്ടിലും നാട്ടിലും ഒക്കെ എല്ലാവരും അറിഞ്ഞ് പ്രശ്നമായപ്പോഴാണ് എൻ്റെ കസിൻ ചേട്ടൻ എന്നോട് സംസാരിക്കാൻ വരുന്നത്. അപ്പൊ ചേട്ടൻ എന്നോട് പറഞ്ഞു, നിന്റെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഉത്തരമില്ല എന്ന് വിചാരിച്ചിട്ട് ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമേ ഇല്ല എന്ന് നീ വിചാരിക്കരുത്. നിന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തരാൻ പറ്റുന്ന ഒരു ആശ്രമം ഉണ്ട്, അവിടേക്ക് വരാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അടുത്ത വഴിക്ക് പറഞ്ഞു, തൃപ്പൂണിത്തുറയിലുള്ള ആശ്രമത്തിലേക്കാണെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞു. കാരണം ഞാൻ ആ ഇടയ്ക്കാണ് കാസർഗോഡ് സ്വദേശിനിയായ ആതിര ആയിഷയായി മാറുകയും പിന്നീട് തൃപ്പൂണിത്തുറ ഒരു യോഗ സെന്ററിൽ വെച്ച് ആയിഷ തിരിച്ച് ആതിരയായി മാറിയൊരു വാർത്ത കേട്ടത്. അപ്പൊ ഞാൻ കേട്ടിരുന്നത് ഈ ആതിരയെ ഭീഷണിപ്പെടുത്തിയും പേടിപ്പിച്ചും ഒക്കെയാണ് ആ തൃപ്പൂണിത്തുറയിലുള്ള ആൾക്കാര് തിരിച്ച് ഹിന്ദു ആക്കിയത് എന്നാണ്. അപ്പോ ആ ഒരു കാരണം മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് തൃപ്പൂണിത്തുറയിലേക്കാണെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞു. പക്ഷെ ചേട്ടൻ പറഞ്ഞു ഇത് തൃപ്പൂണിത്തുറയിലേക്കല്ല കൊല്ലത്തേക്കാണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഞാൻ ആശ്രമം എന്നൊക്കെ പറഞ്ഞപ്പോ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഓലമേഞ്ഞ വീടും കാവിധാരികളായ ആൾക്കാരൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇവിടെ എത്തിയപ്പോ സാധാരണ വേഷത്തിലുള്ള ആൾക്കാര്, ഒരു ചെറിയ ഒരു വാടക വീട്. ഞാൻ ആ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തുമ്പോ തന്നെ ഞാൻ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കേറുന്നത് വീട്ടിലേക്ക്. അങ്ങനെ കേറി ആ ഹാളിലെത്തുമ്പോ
ഹാളിലൊരു പൂജാമുറി ഉണ്ട്. പൂജാമുറിയിൽ കുറെ ഫോട്ടോകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പൊ എനിക്കറിയാം അത് ഗുരുക്കന്മാരുടെ ഫോട്ടോ ആണെന്ന്. അന്ന് എനിക്കറിയില്ല. ഞാൻ വെച്ചത് ഏതോ ആൾദൈവങ്ങള് പൂജിക്കുന്ന സ്ഥലമാണ്. ഇവർ വിചാരിച്ചാൽ ഞാൻ എന്ത് മാറ്റാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആ വീട്ടിലെ സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവരെന്നെ എന്തിപ്പോ പറഞ്ഞു മാറ്റാനാണ് എന്നുള്ളൊരു വിചാരമായിരുന്നു എനിക്ക്. അതിനുശേഷം അവിടുത്തെ അധ്യാപകരായ സുജിത്തേട്ടനും അനിയേട്ടനും ശ്രുതി ചേച്ചിയും ചിത്ര ചേച്ചിയും ഒക്കെ എന്നോട് വന്ന് സംസാരിച്ചു. അപ്പോൾ അവരോടൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യ തോന്നിയത്. കാരണം അവര് ഇസ്ലാമിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു, ഖുറാനിൽ ഇല്ലാത്തതാണ് അവർ പറയുന്നത് എന്നൊക്കെയാണ് എനിക്ക് തോന്നിയത്. കാരണം എന്റെ മനസ്സിൽ അപ്പോൾ ഉള്ള വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇസ്ലാമിൽ ഒരിക്കലും തെറ്റില്ല, ഇസ്ലാമാണ് എന്നും ശരി എന്നുള്ളതായിരുന്നു ഞാൻ അതുവരെയും വിചാരിച്ചുകൊണ്ടിരുന്നത്. അവിടെ ആർഷവിദ്യാ സമാജത്തിൽ എത്തിയത് മുതൽ ഞാൻ കേൾക്കുന്ന ഒരു വാക്കാണ് ആചാര്യൻ എന്നുള്ളത്. അപ്പൊ ഞാൻ ആചാര്യൻ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഏതോ മന്ത്രവാദവും താന്ത്രിക വിദ്യകളൊക്കെ അറിയുന്ന ഒരാളായിരിക്കും. അങ്ങനെ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്റെ ഉള്ളിൽ ഇസ്ലാമിൽ ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. അതിനുശേഷം 3ാമത്തെ ദിവസമാണ് ഞങ്ങളുടെ ആചാര്യനായ ആചാര്യ ശ്രീ കെ ആർ മനോജിയെ ഞാൻ നേരിട്ട് കാണുന്നത്. അങ്ങനെ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു ദിവസം ഞാൻ ഇന്നും ഓർക്കുന്നു. കാരണം ഞാൻ ആ ഒരു സമയത്ത് അത്രയും ഇസ്ലാമിക ഒരു മതഭ്രാന്തി എന്ന് തന്നെ പറയാം ആ ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്ന ആ നിമിഷം ഞാൻ അറിയാതെ നെഞ്ചത്ത് കൈവച്ച് നമസ്തേ എന്ന് പറഞ്ഞുപോയി. ഞാൻ പിന്നെ പെട്ടെന്നാണ് ആലോചിച്ചത് ഞാൻ എന്തായി ചെയ്തത്. കാരണം ഇസ്ലാമില് അള്ളാഹുവിനെ അല്ലാതെ വേറൊരാൾ വണങ്ങാൻ പോലും പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന് മുമ്പിൽ എത്തിയപ്പോ അറിയാതെ ഞാൻ അദ്ദേഹത്തെ വണങ്ങിപ്പോയി എന്നുള്ളതാണ് സത്യം. അത്രയ്ക്കായിരുന്നു ആ ഒരു പ്രഭാവം. വളരെ സൗമ്യവും ശാന്തനുമായിട്ടാണ് അദ്ദേഹം എന്നോട് പെരുമാറിയത്. ഞാൻ ഇത്ര നാളും എന്താണ് ശരി എന്ന് വിചാരിച്ചിരുന്നത് അതേ ഗ്രന്ഥങ്ങൾ വെച്ച് ഖുറാനും ഹദീസുകളും എന്റെ മുമ്പിൽ നിരത്തിക്കൊണ്ടാണ് അദ്ദേഹം അതിലെ ഓരോന്ന് ചോദിച്ച് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. 5 വർഷം ഞാൻ തലയിൽ കൊണ്ട് നടന്ന ഇസ്ലാം എന്ന ആശയം വെറും 3 മണിക്കൂർ കൊണ്ടാണ് അദ്ദേഹം പൊളിച്ചടക്കി തന്നത്. ഇസ്ലാം പൂർണ്ണമായും തെറ്റാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. പിന്നീട് ഞാൻ സനാതനധർമ്മത്തിലെ കുറെ സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അതിലും ആചാര്യന്റെ അടുത്ത് നിന്ന് എനിക്ക് വളരെ കൃത്യവും വ്യക്തവുമായ ഉത്തരങ്ങളാണ് കിട്ടിയത്. അങ്ങനെ ആചാര്യൻ പറഞ്ഞു സനാതനധർമ്മത്തെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ആധ്യാത്മിക ശാസ്ത്രം കോഴ്സ് കൂടെ പഠിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും ആധ്യാത്മിക ശാസ്ത്രം കോഴ്സ് പഠിച്ചു. എന്താണ് യഥാർത്ഥ സനാതനധർമ്മം എന്ന് ഞങ്ങൾ അതിലൂടെ മനസ്സിലാക്കി. അതുപോലെ മറ്റു മതങ്ങളെ കുറിച്ചും ഞങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. 5 വർഷത്തോളം ഇത്രയും മഹത്വമേറിയ സനാതനധർമ്മത്തെ അവഹേളിച്ചും അപമാനിച്ചും ഹിന്ദു ദൈവങ്ങളെ എല്ലാം വെറുത്ത് ജീവിച്ച എനിക്ക് ഇനിയുള്ള ജീവിതം ഈശ്വരന് വേണ്ടി ധർമ്മത്തിന് വേണ്ടി ജീവിക്കണം എന്ന് തോന്നി. അങ്ങനെ ആർഷവിദ്യാ സമാജത്തിലെ മുഴുവൻ സമയ പ്രവർത്തകയാകണം എന്ന ആഗ്രഹം ഞാൻ ആചാര്യനോട് പറഞ്ഞു. പക്ഷെ ആദ്യം അദ്ദേഹം എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ശ്രമിച്ചത്. അദ്ദേഹം പറഞ്ഞു വെള്ള ഷർട്ടിൽ കറ വീഴുന്ന പരിപാടിയാണ്, വളരെ റിസ്കേറിയ ഒരു പ്രവർത്തനമാണ്, ഇതുവരെ കൂടെ ഉണ്ടായിരുന്നവർ കൂടെ ഉണ്ടായില്ല എന്ന് വരാം, കൂട്ടുകാരും വീട്ടുകാരും എല്ലാവരും എതിർത്തു എന്നും വരാം, എവിടെ ചെന്നാലും ഭീഷണികളും അപമാനങ്ങളുമായിരിക്കാം നേരിടേണ്ടി വരുന്നത്. അടുത്ത നേരത്തെ ഭക്ഷണം എവിടെ നിന്നെന്ന് പോലും അറിയാതെ ഒരു വാടക കെട്ടിടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് ഇറങ്ങിപ്പോകണമെന്ന് കെട്ടിടത്തിന്റെ ഉടമ പറഞ്ഞാൽ ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയിലാണ് നമ്മൾ. ഇങ്ങനെയൊരു റിസ്ക് പിടിച്ച പ്രവർത്തനത്തിലേക്ക് വരണമോ എന്ന് ശരിക്കും ആലോചിച്ചിട്ട് വേണം എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ എന്റെ തീരുമാനം ഉറച്ചതായിരുന്നു. കാരണം ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വല്ല തീവ്രവാദത്തിലേക്കോ ഭീകരവാദത്തിലേക്കോ പോയി ജീവിതം നശിക്കുമായിരുന്ന എന്നെ ആ അന്ധകാരത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തിയ ഗുരുനാഥന് വേണ്ടി, ആർഷവിദ്യാ സമാജത്തിനു വേണ്ടി, ഈശ്വരനു വേണ്ടി, ധർമ്മത്തിനു വേണ്ടി ജീവിക്കണം എന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ആർഷവിദ്യാ സമാജത്തിലെ മുഴുവൻ സമയ പ്രവർത്തകയാവുകയായിരുന്നു. ഞങ്ങളുടെ കുടുംബം വേദനിച്ച പോലെ ഒരു കുടുംബവും വേദനിക്കാതിരിക്കാൻ, ഇനി ഒരു അച്ഛന്റെയും അമ്മയുടെയും കണ്ണീര് ഈ ഒരു വിഷയത്തിന്റെ പേരിൽ വീഴാതിരിക്കാൻ ഞാനും ആർഷവിദ്യാ സമാജത്തിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ കുടുംബത്തിനെ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് രക്ഷിച്ച ഗുരുനാഥനു വേണ്ടി, ഈശ്വരനു വേണ്ടി, സനാതന ധർമ്മത്തിനു വേണ്ടി അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് ഇന്ന് കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതുകൊണ്ട് ഈ മഹത്തായ ധർമ്മം ലോകം മുഴുവൻ എത്തുക തന്നെ വേണം. എന്ത് പ്രതിസന്ധി വന്നാലും ഭീഷണി നേരിട്ടാലും ഈശ്വരനു വേണ്ടി, സനാതന ധർമ്മത്തിനു വേണ്ടി, ഞങ്ങളുടെ ഗുരുനാഥനു വേണ്ടി ഈ പ്രവർത്തനം ചെയ്യുക തന്നെ ചെയ്യും. ഞങ്ങളുടെ ഗുരുനാഥന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി എന്നും അദ്ദേഹത്തിന്റെ നിഴലായി
ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ ഈശ്വരനു വേണ്ടിയും ധർമ്മത്തിനു വേണ്ടിയും ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും. ശങ്കര